ഹായ്, ഇന്നത്തെ നമ്മുടെ റെസിപ്പി സ്പെഷ്യൽ റെസിപ്പിയാണ്. സൂപ്പർ ടേസ്റ്റിലൊരു ബീഫ് കറിയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. സാധാരണ നമ്മൾ ബീഫ് കറിയൊക്കെ തയ്യാറാക്കുമ്പോൾ സവാളയും തക്കാളിയും ഒക്കെ വഴറ്റിയിട്ടാണ് നമ്മൾ ബീഫ് കറി തയ്യാറാക്കുന്നത്. പക്ഷേ ഞാനിവിടെ ഇന്ന് സവാളയും തക്കാളിയും ഒന്നും വഴറ്റാതാണ് നമ്മൾ ഇന്നത്തെ ബീഫ് കറി തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത്. സൂപ്പർ ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഈസി ആയിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാം. 1/2 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, പിന്നെ ഒരു 3/4 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, പിന്നെ 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 3/4 ടേബിൾ സ്പൂൺ ഗരം മസാല. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 2 സവാളയും കുറച്ച് ചുമന്നുള്ളി, ഒരു 3 പച്ചമുളക്, ഇതെല്ലാം കൂടി ഇതിലേക്കിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ ഒരു സവാളയുടെ നീരൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് തന്നെ നമ്മുടെ സവാള ഒന്ന് ഞെരടി ഉടച്ച് അതിൻ്റെ നീരൊക്കെ നമ്മുടെ ബീഫിൽ പിടിക്കണം. അതുപോലെ ഒന്ന് ഒരു 2-3 മിനിറ്റ് ഒന്ന് ബലം കൊടുത്ത് ഒന്ന് നമ്മുടെ സവാളയൊക്കെ ഒന്ന് ഉടച്ചെടുക്കണം. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് ഒരു 3/4 ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് നമുക്കൊന്ന് ഒരു 4-5 വിസിലടുപ്പിക്കുക. ഒരു 10 മിനിറ്റ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു അരപ്പൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. നല്ല വേവുള്ള ബീഫാണെങ്കിൽ, മുറ്റിയ ബീഫാണെങ്കിൽ 6 വിസിലടുപ്പിക്കുന്നതിന് കുഴപ്പമില്ല. ഇതിപ്പോൾ നല്ല വേവില്ലാത്ത ബീഫാണെന്നാണ് പറഞ്ഞത്, അതുകൊണ്ട് തന്നെ 4 വിസിലടുപ്പിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ഇത്താടെ വീട്ടിൽ പോയപ്പോൾ പെട്ടെന്ന് തന്നെ ഇങ്ങനെ തയ്യാറാക്കിയാണ് അന്ന് ബീഫ് കറി തയ്യാറാക്കിയത്. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു ടേസ്റ്റ് ഇല്ലായിരിക്കും, നമ്മൾ ആദ്യം സവാളയൊന്നും വഴറ്റാതാണല്ലോ, അപ്പോൾ അതുകൊണ്ട് ടേസ്റ്റ് ഇല്ലായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു. സൂപ്പർ ടേസ്റ്റും നല്ല മണമൊക്കെയാണ് കേട്ടോ. ഇനി നമുക്ക് പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കും. കുറച്ച് മാത്രം എണ്ണ മതി. ഒരു ടേബിൾ സ്പൂൺ എണ്ണ മാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിൽ കുറച്ച് ഉലുവ ഇട്ടൊന്ന് പൊട്ടിയതിന് ശേഷം ഒരു 3/4 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 സവാള, 3-4 ചുമന്നുള്ളി, പച്ചമുളക്, 1 തക്കാളി, ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. 3/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് കറിവേപ്പില, ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. എളുപ്പത്തിൽ തന്നെ നമുക്ക് ബീഫ് കറി തയ്യാറാക്കിയെടുക്കാം. അതുപോലെ തന്നെ ഒടുക്കത്തെ ടേസ്റ്റാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഇതിലേക്ക് ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് ഇനി നമ്മൾ കുക്ക് ചെയ്ത് വെച്ചേക്കാം നമ്മുടെ ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ വേണമെങ്കിലും നമുക്ക് എടുക്കാം. പക്ഷേ ഞാനിവിടെ ഒരു 3/4 ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഗ്രേവി ആവശ്യമുണ്ട്. അപ്പോൾ ഇന്ന് കപ്പയാണ് ഇതിൻ്റെ കൂടെ കഴിക്കാനുള്ളത്, അതുകൊണ്ട് കുറച്ച് ഗ്രേവിയും കൂടെ ഉള്ളത് നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഗ്രേവി വേണ്ടെങ്കിൽ വെള്ളം ഒഴിക്കേണ്ട. ഇനി ഒരു 5 മിനിറ്റ് ഞാൻ ലോ ഫ്ലെയിമിലിട്ട് വെക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ആ ഒരു എണ്ണയൊക്കെ തെളിഞ്ഞ് സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ, എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് അറിയാമായിരിക്കും, കാരണം ഇങ്ങനെയും ചെയ്തിട്ടുള്ളവരുണ്ടാവും. അപ്പോൾ എന്തായാലും ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. അസ്സലാമു അലൈക്കും.